ഇനി നമുക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡ്, ഒരു പാക്കറ്റ് ഫുൾ ക്രീം മിൽക്ക്, അത് വെച്ച് നമുക്ക് അടിപൊളി ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. എന്നാൽ നമുക്ക് ആദ്യമേ ബ്രെഡ് നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കഴിച്ച് ഒരു ബ്രെഡിനെ 4 പീസാക്കി ഞാൻ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും എടുക്കാം, റെക്ടാങ്കിളോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ. എനിക്കിങ്ങനെ സ്ക്വയർ ഇഷ്ടമാണ്. അടുത്തത് ഞാൻ ഇവിടെ നമ്മളെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ശകലം നെയ്യോ എണ്ണയോ എന്തെങ്കിലും എടുത്ത് ഞാൻ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ചുമ്മാ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ദോശക്കല്ല് ശകലം എണ്ണ തടവി ഇത് ചുമ്മാ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ദോശക്കല്ല് ശകലം നെയ്യ് തടവി കൊടുത്ത് ഓരോന്നിങ്ങനെ പറക്കി വെച്ച് ഒന്ന് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ് ഫ്രൈ ചെയ്യാം, എണ്ണയോ നെയ്യോ യൂസ് ചെയ്യാം. ഞാൻ ശകലം നെയ്യാണ് യൂസ് ചെയ്തത്. ഇവിടെ നിരത്തി കൊടുത്ത് നമുക്കൊന്ന് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളെ ബ്രെഡ് മൊത്തം ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ശകലം നെയ്യ് എടുത്തിട്ടുള്ളൂ. അതെല്ലാം നമ്മളൊന്ന് റെഡിയായി. ബ്രെഡെല്ലാം ഞാൻ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് അതിലോട്ട് ഒഴിച്ച് ഞാൻ തിളപ്പിക്കാൻ പോവുകയാണ്. പാല് നല്ലപോലെ തിളച്ചു. ഞാൻ തിരി ഒന്ന് താത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ 2 സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 സ്പൂൺ പാൽപ്പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് ഈ പഞ്ചസാര അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. പിന്നെ ഈ കലക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കലക്കി വെച്ചേക്കുന്ന പാൽപ്പൊടി ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ പാൽപ്പൊടി ഇടുന്നത് കുറച്ച് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് നല്ലപോലെ കുറുവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ആറാൻ വിടാം. ഞാനൊരു കണ്ണാടി ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച് ബ്രെഡ് എല്ലാം കൂടെ ഇതിലോട്ട് ഞാൻ പറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് റെഡിയായി. 10 മിനിറ്റ് വെച്ച് ആറിച്ചു. ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് നമ്മളെ ബ്രെഡിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിൾ വെച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സോ എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കുറച്ച് ആപ്പിൾ വെച്ചാൽ ഇതിൽ നെയ്യിൽ ഒന്നും കൂടുതൽ എണ്ണ ഒന്നുമില്ല. ഞാൻ ഒരു ചുമ്മാ ഒന്ന് ദോശക്കല്ലിൽ ഒന്ന് എണ്ണ തടവി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ പാല് ഇതേ ഉള്ളൂ. അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അടിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയുണ്ട് നമ്മളെ ബ്രെഡ് ആപ്പിൾ എന്താ പറയേണ്ടതിന്? നമ്മളെ ബ്രെഡും കസ്റ്റർഡ് പൗഡറും പാലും ഡെക്കറേറ്റ് ചെയ്യാൻ ആപ്പിൾ നല്ലൊരു ഡെസേർട്ടാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.